വി.ഡി. സതീശൻ സർക്കാരിന്റെ ന്യൂനപക്ഷ പ്രീണന നയം മറനീക്കി പുറത്ത്. സുപ്രീം കോടതിയിൽ സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിച്ചത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവരെ മാത്രം. സുപ്രീം കോടതിയിൽ സീനിയർ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ നിയമിക്കാനുള്ള കേരള സർക്കാർ തീരുമാനവും വിവാദമാകുകയാണ്. സുപ്രീം കോടതിയിൽ സീനിയർ സ്റ്റാൻഡിംഗ് കൗൺസിൽ എന്ന ഇല്ലാത്ത പോസ്റ്റിലെ നിയമന തീരുമാനം ചട്ടലംഘനമാണ്. കേരള ഗവൺമെന്റ് ലോ ഓഫീസേഴ്സ് അപ്പോയിന്റ്മെന്റ് റൂൾസിൽ പേജ് 8 സുപ്രീം കോടതി സ്റ്റാൻഡിംഗ് കൗൺസിലിനെ കുറിച്ച് പറയുന്നത്. സീനിയർ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ പറ്റി ഈ റൂൾസിൽ പറയുന്നില്ല. മുതിർന്ന അഭിഭാഷകനായ രമേശ് ബാബുവിനെയാണ് സീനിയർ സ്റ്റാൻഡിംഗ് കൗൺസിലായി വി.ഡി. സതീശൻ സർക്കാർ നിയമിച്ചത്. മറ്റ് 4 സ്റ്റാൻഡിംഗ് കൗൺസിലർമാർ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ളവരാണ്. ക്രിസ്ത്യൻ, മുസ്ലിം എന്നിങ്ങനെ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചവരെ സന്തോഷിപ്പിക്കാനായാണ് ഈ നിയമനം എന്ന് വ്യക്തം. അഡ്വക്കേറ്റ് അൽജോ ജോസഫ്, അഡ്വക്കേറ്റ് സുൽഫീഖർ അലി PS, അഡ്വക്കേറ്റ് സയ്യിദ് മർസൂഖ് ബാഫക്കി തങ്ങൾ, അഡ്വക്കേറ്റ് ജെയിംസ് P. തോമസ് എന്നിവരെയാണ് സ്റ്റാൻഡിംഗ് കൗൺസിലർമാരായി സതീശൻ സർക്കാർ സുപ്രീം കോടതിയിൽ നിയമിച്ചത്. ഇവരുടെ കഴിവോ പ്രവർത്തന മികവോ വോട്ട് ബാങ്ക് താൽപര്യമാണോ പ്രീണന രാഷ്ട്രീയമാണോ നിയമനത്തിന് പിന്നിലെന്ന് സർക്കാർ വ്യക്തമാക്കണം. കഴിവുള്ളവരെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ നിയമിക്കാതെ മതതാൽപര്യം മുൻനിർത്തി നിയമിക്കുകയും മതത്തിന്റെ പേരിൽ ചിലർ തഴയപ്പെടുകയും ചെയ്താൽ അത് എതിർക്കപ്പെടേണ്ടതാണ്. ജനം, ഡൽഹി.